നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് നിക്കരാഗയിൽ നടന്ന തീർത്ഥാടനത്തിൽ പങ്കെടുത്ത വിശ്വാസികളെ അഭിസംബോധന ചെയ്തു ഫ്രാൻസിസ് പാപ്പ. ദൈവത്തോടുള്ള അസാധാരണമായ സ്നേഹത്താൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന നിക്കരാഗൻ ജനത എന്ന അഭിസംബോധനയോടെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തീർത്ഥാടനത്തിൽ സംബന്ധിച്ച് വിശ്വാസികൾക്കാണ് പാപ്പ ആശീർവാദം നൽകി ഇടയലേഖനം അയച്ചത്. വിശ്വാസികൾക്ക് തന്റെ ആത്മീയ സാമീപ്യം പാപ്പ പ്രത്യേകം അറിയിച്ചു. നമ്മെ അനുഗമിക്കുന്നതും ഏക ഉറപ്പുമുള്ള വഴികാട്ടിയുമായ കർത്താവിന്റെ സ്നേഹനിർഭരമായ കരുതലിനെ മറക്കരുതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി തിരുനാളിനായി തയ്യാറെടുക്കുമ്പോൾ ഒരുക്കങ്ങളുമായി വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവരും. തുടർച്ചയായ രണ്ടാം തവണയാണ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ആഗമനകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പിന്തുടരുന്ന പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദികൻ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റനിന്റെ നേതൃത്വത്തിലാണ് ബെത്ലഹേമിലെ ക്രൈസ്തവ സമൂഹം ആഗമനകാലത്തിന് തുടക്കം കുറിച്ചത്. തിരുപ്പിറവി പള്ളിയുടെ ലാറ്റിൻ സമുച്ചയത്തിലുള്ള സെയിന്റ് കാതറിൻ ദേവാലയത്തിൽ വെച്ചാണ് പുതിയ ആരാധനക്രമകാലത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബൈബിൾ വിൽപ്പനയിൽ 22% വർധനവുണ്ടായതായി പ്രമുഖ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ. 2023 വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒക്ടോബർ അവസാനം വരെയുള്ള ബൈബിൾ വിൽപ്പനയിൽ 22% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബുക്ക് സെയിൽ ട്രാക്കർ എന്നറിയപ്പെടുന്ന ബുക്ക് സ്കാൻ പുറത്തുവിട്ട കണക്കുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. 2022 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനത്തോടെ ബൈബിൾ വിൽപ്പന 1% ഉയർന്നിട്ടുണ്ടെന്നും കണക്കിൽ പറയുന്നു. ആദ്യമായി ബൈബിൾ വാങ്ങുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഏറെ ദുരിതമനുഭവിച്ചിരുന്ന ലബനനിലെ സാധാരണ ജനതയ്ക്ക് ആശ്വാസമേകുന്ന വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു ഫ്രാൻസിസ് പാപ്പ. ഡിസംബർ 1 വത്തിക്കാൻ ചത്രത്തിൽ നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനയുടെ അവസാനമാണ് പാപ്പ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഇരുകൂട്ടരും വെടിനിർത്തൽ കരാർ ആദരവോടെ അംഗീകരിച്ച് മുൻപോട്ടു പോവുകയാണെങ്കിൽ ലബനൻ ജനതയ്ക്കും ഇസ്രായേൽ ജനതയ്ക്കും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെയും ലബനൻ സേനയുടെയും സഹായത്തോടെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ശുഭാപ്തി വിശ്വാസവും പാപ്പ പ്രകടിപ്പിച്ചു. നവസുവിശേഷ പ്രഘോഷണത്തിനുള്ള വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കത്തോലിക്ക ദമ്പതികളായ സോറനും എവർ ജോൺസണും തുടക്കം കുറിച്ച് ട്രിനിറ്റി ഹൗസ് കഫേക്ക് 10 വർഷം തികയുന്നു. കഴിഞ്ഞ മാസമായിരുന്നു വിർജീനിയയിലെ ലീസ്ബർഗിൽ പ്രവർത്തിക്കുന്ന ട്രിനിറ്റി ഹൗസ് കഫേയുടെ 10ാം വാർഷികം. തങ്ങളുടെ മുഴുവൻ ജീവിതവും പരസ്യവിശ്വാസ പ്രഘോഷണത്തിനായി നീക്കിവെച്ചിരിക്കുകയാണ് കത്തോലിക്ക വിശ്വാസികളായ ഈ ദമ്പതികൾ. വിശുദ്ധ ജോൺ പോൾ II പാപ്പയുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരുന്ന അമേരിക്കൻ കത്തോലിക്ക എഴുത്തുകാരനായ ജോർജ് വീജലിന് വേണ്ടി ജോലി ചെയ്യുവാൻ എവറിന് അവസരം ലഭിച്ചതിൽ നിന്നുമാണ് ട്രിനിറ്റി ഹൗസ് കഫേ കൂട്ടായ്മയ്ക്ക് കളമൊരുങ്ങിയത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.